Hi friends, I am Rajesh Nilakandan. Welcome to Raj Graphics. In the Adobe Illustrator, ഒരു ആർട്ട് വർക്കിന് ഒരു ഡിഫറെൻറ്റ് കളർ ഷെയ്ഡ്സ് അല്ലെങ്കിൽ ഡിഫറെൻറ്റ് കളർ പാറ്റേൺസ് അപ്ലൈ ചെയ്യുന്നത് നമുക്ക് നോക്കാം. ഓക്കെ അപ്പോൾ നമ്മളൊരു പുതിയൊരു ആർട്ട് വർക്ക് എടുത്തിട്ടുണ്ട്. ഓക്കെ, ഈ ആർട്ട് വർക്കിലേക്ക് എങ്ങനെ നമുക്കൊരു ഡിഫറെൻറ്റ് കളർ പാറ്റേൺസ് അപ്ലൈ ചെയ്യുന്നത് നമുക്ക് നോക്കാം. ഓക്കെ, സോ ഫസ്റ്റ് ഓഫ് ഓൾ ഞാൻ ആ ആർട്ട് വർക്ക് സെലക്ട് ചെയ്തു. ഞാനിവിടെ നമ്മുടെ മെനുവിൽ പോയിട്ട് ആർട്ട് ബോർഡ് സെലക്ട് ചെയ്തു. നമുക്ക് ഇതിൻ്റെ ഒരു ഡ്യൂപ്ലിക്കേറ്റ് കോപ്പി എടുക്കാം. ഓക്കെ, ഫസ്റ്റ് Alt പ്രസ് ചെയ്യുക. ഞാൻ അതിൻ്റെ ഡ്യൂപ്ലിക്കേറ്റ് കോപ്പി എടുത്തു. ഓക്കെ, അഗെയിൻ വീണ്ടും ഞാൻ അതിൻ്റെ ഒരു ഡ്യൂപ്ലിക്കേറ്റ് കോപ്പി എടുത്തു. ഓക്കെ, അപ്പോൾ ടോട്ടൽ നമ്മളൊരു മൂന്ന് കോപ്പി നമ്മളിവിടെ എടുത്ത് വെച്ചിട്ടുണ്ട്. ഒരു ഡിസൈൻ്റെ ഒരു 3 കോപ്പി നമ്മളിവിടെ എടുത്ത് വെച്ചിട്ടുണ്ട്. ഓക്കെ, സോ ഇനി നമുക്ക് ഫസ്റ്റ് കോപ്പി നമുക്ക് സെലക്ട് ചെയ്യാം. ഓബ്ജക്റ്റ് സെലക്ട് ചെയ്തു. ഓക്കെ, ഇനി ഇതിലേക്കാണ് നമ്മൾ ഡിഫറെൻ്റ് ആയിട്ടുള്ള കളർ പാറ്റേൺസ് അപ്ലൈ ചെയ്യാൻ പോകുന്നത്. ഞാൻ Ctrl+ അപ്ലൈ ചെയ്തു. ഓക്കെ, ഇനി നമുക്ക് ഇവിടെ കണ്ട് ഇതാണ് നമ്മുടെ റീകളർ ആർട്ട് വർക്ക്. ഇവിടെ ക്ലിക്ക് ചെയ്താൽ നമുക്ക് സ്വിച്ച് വർക്ക് സ്പേസിൽ ഞാനിവിടെ ഓട്ടോമേഷൻ ആണ് സെലക്ട് ചെയ്തിരിക്കുന്നത്. ഇപ്പോൾ നിങ്ങളുടെ വർക്ക് സ്പേസ് ഇപ്പോൾ എസെൻഷ്യൽസ് ആണെങ്കിൽ നമുക്ക് ഈ സൈഡിലായിരിക്കും നമുക്ക് റീകളർ ആർട്ട് വർക്ക് വരുന്നത്, അല്ലെങ്കിൽ റീകളർ എന്ന ഓപ്ഷൻ വരുന്നത്. ഇല്ലെങ്കിൽ നമുക്കിവിടെ എഡിറ്റിൽ പോയി കഴിഞ്ഞാൽ നമുക്കിവിടെ എഡിറ്റ് കളേഴ്സിൽ വെച്ച് നമുക്കിവിടെ റീകളർ ആർട്ട് വർക്ക് നമുക്ക് സെലക്ട് ചെയ്യാം. ഓക്കെ, ഞാനൊരു റീകളർ ആർട്ട് വർക്ക് ഞാൻ സെലക്ട് ചെയ്തു. ഓട്ടോമാറ്റിക്കലി നമുക്ക് റീകളർ ആർട്ട് വർക്കിൻ്റെ ഒരു പാനൽ നമുക്കിവിടെ പോപ്പപ്പ് ആയിട്ടുണ്ട്. ഓക്കെ, ഇനി ഇവിടെ നമ്മൾ ഫസ്റ്റ് നമുക്ക് ഓബ്ജക്റ്റ് സെലക്ട് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ഇവിടെ നമുക്ക് ഡിഫറെൻ്റ് ആയിട്ടുള്ള ഒരു കളർ വീൽസ് ഉണ്ട്. നമുക്ക് ഈ കളർ വീൽസിൽ നമുക്ക് ഇവിടെ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ഇതിൻ്റെ ഡിഫറെൻ്റ് ആയിട്ടുള്ള കളർ നമുക്കിവിടെ അപ്ലൈ ചെയ്ത് കൊടുക്കാം. ഓക്കെ, ഇപ്പോൾ നമുക്കിവിടെ വാം കളേഴ്സ് അപ്ലൈ ചെയ്യാം. ഓക്കെ, ഇവിടെ കൂൾ കളേഴ്സ്, അങ്ങനെ നമുക്ക് സെപ്പറേറ്റ് ആയിട്ട് ഡിഫറെൻ്റ് ആയിട്ടുള്ള കളർ നമ്മുടെ ഐഡിയക്ക് അനുസരിച്ച് നമുക്ക് നമ്മുടെ ആർട്ട് വർക്കിൽ നമുക്ക് കളേഴ്സ് പാറ്റേൺസ് നമുക്കിവിടെ അപ്ലൈ ചെയ്ത് കൊടുക്കാം. ഓക്കെ, ഇനി ഇതിവിടെ റീസെറ്റ് ചെയ്യണമെങ്കിൽ ജസ്റ്റ് ഇവിടെ അൺഡു ചേഞ്ചസ് കൊടുത്താൽ മതി, അല്ലെങ്കിൽ ഇവിടെ നമുക്ക് റീസെറ്റ് ചെയ്യാം. ഓക്കെ, ഇവിടെ ജസ്റ്റ് റീസെറ്റ് കൊടുത്തു കഴിഞ്ഞാൽ ഓട്ടോമാറ്റിക്കലി പഴയ രീതിയിൽ നമ്മുടെ ആർട്ട് വർക്കിൻ്റെ കളർ പാറ്റേൺ വരും. ഓക്കെ, ഇനി നമുക്ക് ഈ ആർട്ട് വർക്കിൻ്റെ കളർ പാറ്റേൺ റീകളർ വർക്ക് സെലക്ട് ചെയ്യാം. ഇനി ഇവിടെ ഉണ്ട്, ഇവിടെ നമുക്ക് കളർ ലൈബ്രറി ഉണ്ട്. ഈ ഡിഫറെൻറ്റ് ലൈബ്രറി ഇവിടെ നമുക്ക് ക്ലിക്ക് കഴിഞ്ഞാൽ ഡിഫറെൻറ്റ് ലൈബ്രറീസ് നമുക്ക് കിട്ടും. ഞാനിവിടെ നേച്ചർ സെലക്ട് ചെയ്തു. ഇവിടെ ഫോയിലേജ് അല്ലെങ്കിൽ ഫ്ലവേഴ്സ് സെലക്ട് ചെയ്താൽ ഓട്ടോമാറ്റിക്കലി ഒരു ഫ്ലവേഴ്സിലുള്ള കളർ പാറ്റേൺസ് നമുക്ക് ഇവിടെ അപ്ലൈ ആവും. ഓക്കെ, അതുപോലെ ഇവിടെ ഞാൻ സെലക്ട് ചെയ്തു. ഞാൻ നേച്ചറിൽ ഞാനൊരു ലാൻഡ്സ്കേപ്പ് സെലക്ട് ചെയ്തു. ഓട്ടോമാറ്റിക് ആ ലാൻഡ്സ്കേപ്പിൻ്റെ ഒരു കളർ പാറ്റേൺസ് ആ ഒരു കളർ പാലറ്റ് നമ്മുടെ ആർട്ട് വർക്കിലേക്ക് ഇംപ്ലിമെൻ്റ് ആവും. ഓക്കെ, ഇനി ഒരു നെക്സ്റ്റ് ഓപ്ഷൻ നമ്മുടെ കളർ തീം പിക്കർ ഉണ്ട്. കളർ തീം പിക്കർ എന്ന് ഉപയോഗിക്കുന്നത് വെച്ചാൽ നമ്മൾ അപ്ലൈ ചെയ്യുന്നത് നമുക്ക് ഒരു ഡിഫറെൻ്റ് ആയിട്ടുള്ള കളർ പാലറ്റ് നമുക്ക് ഈ നമ്മുടെ ആർട്ട് വർക്കിലേക്ക് അപ്ലൈ ചെയ്യാൻ പറ്റും, നമുക്ക് ഔട്ട്സൈഡിൽ നിന്ന് പുറത്തുനിന്ന്. ഓക്കെ, നമുക്കത് എങ്ങനെയാണ് നോക്കാം. ഞാൻ തേർഡ് ആർട്ട് ബോർഡ് എടുത്തു. ഓക്കെ, ഞാനതിന് മുന്നേ ഫയൽ പ്ലേസ്, ഞാനൊരു കളർ പാലറ്റ് ഇവിടെ പ്ലേസ് ചെയ്യാൻ പോകുന്നു. ഞാൻ ഈ പാലറ്റ് പ്ലേസ് ചെയ്തു. ഓക്കെ, ഈ കളർ പാലറ്റ് ഞാനിവിടെ പ്ലേസ് ചെയ്തു. ഓക്കെ, സോ ഓബ്ജക്റ്റ് ഞാൻ സെലക്ട് ചെയ്ത് വെച്ചു. ഇനി വീണ്ടും ഞാനിവിടെ റീകളർ സെലക്ട് ചെയ്തു. ഓക്കെ, ഇവിടെ നമുക്ക് കളർ തീം പിക്കർ സെലക്ട് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ഓട്ടോമാറ്റിക്കലി നമ്മളെടുത്ത കളർ പാലറ്റിലേക്ക് നമ്മുടെ ഓബ്ജക്റ്റിൻ്റെ ആർട്ട് വർക്ക് നമുക്ക് ഇംപ്ലിമെൻ്റ് ചെയ്യാൻ പറ്റും. കണ്ടല്ലേ, സോ സിമ്പിളാണ്. സോ മെയിനായിട്ട് റീകളർ വർക്ക് എന്തിനാണ് ഉപയോഗിക്കുന്നത് വെച്ചാൽ നമ്മൾ സപ്പോസ് ഒരു പാറ്റേൺ ഉണ്ടാക്കി, ഒരു ഡിഫറെൻറ്റ് 4 കളേഴ്സ് വെച്ചൊരു പാറ്റേൺ ഉണ്ടാക്കി. ഓക്കെ, ഈ പാറ്റേൺ തന്നെ നമുക്ക് ഡിഫറെൻറ്റ് കളർ മോഡ്സുകൾ അപ്ലൈ ചെയ്യാൻ വേണ്ടിയിട്ടാണ് നമ്മൾ എന്തുപയോഗിക്കുന്നത്, നമ്മൾ റീകളർ ആർട്ട് വർക്ക് ഉപയോഗിക്കുന്നു. ഓക്കെ, സോ നമുക്ക് നെക്സ്റ്റ് വീണ്ടും ഒരു ആർട്ട് വർക്ക് എടുക്കാം. അതിലേക്ക് നമുക്ക് ഡിഫറെൻ്റ് ആയിട്ടുള്ള കളർ പാറ്റേൺസ് നമുക്ക് അപ്ലൈ ചെയ്ത് കൊടുക്കാം. ആർട്ട് ബോർഡ് സെലക്ട് ചെയ്യുക, Alt പ്രസ് ചെയ്യുക, ഇത് കോപ്പി ചെയ്യുക. ഓക്കെ, ഞാൻ ഓബ്ജക്റ്റ് സെലക്ട് ചെയ്തു. ഇവിടെ റീകളർ വർക്ക് സെലക്ട് ചെയ്യുക. ഓക്കെ, നമുക്കിവിടെ കളർ വീല് നമുക്ക് ചേഞ്ച് ചെയ്ത് കഴിഞ്ഞാൽ ഓട്ടോമാറ്റിക്കലി നമ്മൾ സെലക്ട് ചെയ്ത ഇമേജിൽ നിന്ന് നമുക്ക് ഡിഫറെൻ്റ് ആയിട്ടുള്ള കളർ മോഡ് അവിടേക്ക് വരും. ഓക്കെ, സോ ഞാൻ ഈ ഒരു കളർ പാറ്റേൺ അപ്ലൈ ചെയ്ത് കൊടുത്തു. ക്ലിയർ ആയില്ലേ? അപ്പോൾ ഇതിന് വേണ്ടിയിട്ടാണ് നമ്മൾ അഡോബ് ഇല്ലുസ്ട്രേറ്ററിൽ റീകളർ എന്ന ഓപ്ഷൻ യൂസ് ചെയ്യുന്നത്. അതായത് ഡിഫറെൻ്റ് ആയിട്ടുള്ള കളർ ഷെയ്ഡ്സ് നമ്മുടെ ആർട്ട് വർക്കുകളിലേക്ക് അപ്ലൈ ചെയ്യാൻ വേണ്ടിയിട്ടാണ്. ഓക്കെ ഫ്രണ്ട്സ്, അപ്പോൾ എങ്ങനെ ഒരു ഇല്ലുസ്ട്രേറ്റർ ഡിസൈൻ വർക്കിലേക്ക് അല്ലെങ്കിൽ ഒരു ഇല്ലുസ്ട്രേറ്ററിൻ്റെ ആർട്ട് വർക്കിലേക്ക് ഡിഫറെൻ്റ് ആയിട്ടുള്ള കളർ പാറ്റേൺസ് അപ്ലൈ ചെയ്യുമെന്ന് നിങ്ങൾക്ക് മനസ്സിലായി കാണുമെന്ന് വിശ്വസിക്കുന്നു. ഓക്കെ, സോ ഇന്നത്തെ ഈ സിമ്പിൾ ടിപ്സ് വീഡിയോ ട്യൂട്ടോറിയൽ നിങ്ങൾക്ക് ഇഷ്ടമായെങ്കിൽ ദയവായി എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക്, ഷെയർ, കമൻറ്റും ചെയ്യുക. അതോടൊപ്പം തന്നെ
തൊട്ട് താഴെ കാണുന്ന ബെലൈക്കൺ അമർത്തിയാൽ ഞാൻ അപ്ലോഡ് ചെയ്യുന്ന ലേറ്റസ്റ്റ് വീഡിയോസിൻ്റെ നോട്ടിഫിക്കേഷൻ നിങ്ങൾക്ക് കിട്ടുന്നതായിരിക്കും. ഓക്കെ, സോ താങ്ക്സ് ഫോർ വാച്ചിങ്. ടിൽ ദെൻ ബൈ.